നമസ്കാരം. എൻ്റെ എല്ലാ പ്ലസ് വൺ കുട്ടികൾക്കും ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയാണ്. കാരണം ഫോക്കസ് ഏരിയ ആണോ നോൺ ഫോക്കസ് ഏരിയ ആണോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. ഗവൺമെൻറ് അതെല്ലാം തീർത്തു തന്നിട്ടുണ്ട്. പ്ലസ് വണ്ണിലെ കുട്ടികൾ 2022 പ്ലസ് വണ്ണിൽ കയറിയ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്കുള്ള പരീക്ഷ ജൂണിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് നിങ്ങളറിയുക, നിങ്ങൾ ഫുൾ ടോപ്പിക്സ് പഠിക്കണം. കഴിഞ്ഞ 2 കൊല്ലം കിട്ടിയ ബാച്ചുകളുടെ എല്ലാ രീതിയിലുമുള്ള ഡിസ്കൗണ്ട് സെയിലെല്ലാം കഴിഞ്ഞു. നിങ്ങൾ ഫുൾ ടോപ്പിക്സ് പഠിക്കണം. പിന്നെ അത് ഏറ്റവും വലിയ പ്രശ്നം, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ എവിടൊക്കെയോ പഠിച്ച് നിർത്തിയിരിക്കുന്നു ഒക്കെ ഉള്ളൂ. ഇപ്പം മാർച്ച് ഏകദേശം തീരാറായെങ്കിൽ, മാർച്ച് പകുതിയെങ്കിലും ആയെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് വലിയൊരു കാര്യമായിട്ടാണ് കിടക്കുന്നത് പ്ലസ് വൺ എന്ന് പറയുന്നത്. അന്നേരം ഉറപ്പായിട്ടും പ്ലസ് വൺകാർ വളരെ കാര്യമായിട്ട് എടുക്കണം. കാരണം പ്ലസ് വൺ പബ്ലിക് എക്സാമാണ്. വളരെ കാര്യമായിട്ട് പഠിക്കാനുണ്ട്. ഫിസിക്സ് 15 ചാപ്റ്റർ, ഇങ്ങനെ എല്ലാം വളരെ 2 ടെക്സ്റ്റ് പഠിക്കാനുണ്ട്. ഇത് പേടിപ്പിക്കുകയല്ല, പക്ഷേ നമ്മൾ ഓരോ ദിവസവും കളയാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ച് പോയില്ലെങ്കിലാണ് ദോഷം. ലാസ്റ്റ് നിമിഷം ഫോക്കസ് ഏരിയ കഴിഞ്ഞ വട്ടം ഒരു 60% ഒക്കെ ഉള്ളായിരുന്നു പഠിക്കാനുള്ളൂ, 40% പഠിക്കാനില്ല. ഈ വട്ടം 100% പ്ലസ് വണ്ണിലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമൻസ് ചെയ്യുക. എന്തായാലും പ്ലസ് വൺ ക്ലാസ്സിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നല്ല അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, ക്ലാസ്സുകൾ ഫുൾ ടോപ്പിക്സ് എന്തൊക്കെയാണ് വേണ്ടത്. നിങ്ങൾക്ക് ബാക്കിയുള്ള ഫോക്കസ് ഏരിയൽ ടോപ്പിക്സ് ഓൾറെഡി എല്ലാ സബ്ജക്റ്റിനും കിടപ്പുണ്ട്. എല്ലാ മികച്ച അധ്യാപകർ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും എന്നുള്ളതിൽ സംശയം വേണ്ട. അന്നേരം നിങ്ങൾ റെഡിയാണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് പതുക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം പ്ലസ് 2കാരുടെ ഫൈനൽ സ്റ്റേജിലോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം പ്ലസ് വൺകാർ റെഡി ആയിക്കൊള്ളുക. അംഗത്തിന് മാർച്ച് റെഡിയാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് പതുക്കെ അടിപൊളിയായിട്ട് നല്ല തകർത്ത് പഠിക്കാം. എവിടെ ഇருக்கு സൂപ്പറായി ഇരിക്കണം. നല്ല ടെൻഷൻ ഇല്ലാതെ പ്ലസ് വൺ കിടുക്കൻ മാർക്ക് പഠിക്കാം. ഓക്കെ വാ.